രാജ്യത്ത് റബ്ബർ കൃഷിയും ഉൽപ്പാദനവും വർദ്ധിപ്പിക്കാൻ റബ്ബർ ബോർഡ് നടപടികൾ സ്വീകരിക്കുമെന്ന് റബ്ബർ ബോർഡ് ചെയർമാൻ എൻ ഹരി പറഞ്ഞു. യുവതലമുറയെ റബ്ബർ കൃഷിയിലേക്ക് ആകർഷിക്കാൻ പദ്ധതികൾ ആവിഷ്കരിക്കും. റബ്ബർ ബോർഡ് ചെയർമാൻ സ്ഥാനം ഏറ്റെടുത്ത എൻ ഹരി റബ്ബർ ബോർഡ് ആസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് പദ്ധതികൾ വിശദീകരിച്ചത്. റബ്ബർ കർഷകരുടെ ക്ഷേമത്തിനായി പദ്ധതികൾ ആവിഷ്കരിക്കും. നിലവിൽ റബ്ബർ ടാപ്പിംഗ് മേഖല നേരിടുന്ന പ്രതിസന്ധികൾ പരിഹരിക്കാൻ കൂടുതൽ ആളുകൾക്ക് ടാപ്പിംഗ് പരിശീലനം നൽകും. ടാപ്പിംഗ് തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ ഉറപ്പാക്കും. സംസ്ഥാന സർക്കാരുമായി സഹകരിച്ച് വിവിധ പദ്ധതികൾ നടപ്പാക്കും. ആത്മനിർഭർ ഭാരതിലൂടെയും റബ്ബർ മിഷനിലൂടെയും റബ്ബർ മേഖലയ്ക്ക് കരുത്തു പകരുന്ന പ്രവർത്തനങ്ങൾ നടപ്പാക്കും. മാർക്ക് ലഭിക്കുന്ന നിശ്ചിത പ്രായം കഴിയുമ്പോൾ പെൻഷൻ ലഭ്യമാണ്. ഇത് ഇവിടുത്തെ സാധാരണക്കാരായ ഞാൻ നേരിട്ട് പോയ RPSലെ ആളുകൾക്ക് പോലും പല ആൾക്കാർക്കും വളരെ തുച്ഛമായ ആളുകൾക്ക് മാത്രമാണ്. എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥന, ഇത്ര നിങ്ങൾ ബാക്കിയൊന്നും കൊടുത്തില്ലെങ്കിലും നമ്മളുടെ വികസനങ്ങളോ നേട്ടങ്ങളോ ഒന്നും കൊടുത്തില്ലെങ്കിലും സാധാരണക്കാരായ ഈ റബ്ബർ കർഷകരുടെ ആനുകൂല്യങ്ങൾ കിട്ടുന്നത് അവരെ ഒന്ന് അറിയിക്കണം എന്നൊരു അപേക്ഷയാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കാനുള്ളത്. ടാപ്പിംഗ് തൊഴിലാളികളുടെ മക്കൾക്ക് വിദ്യാഭ്യാസത്തിനും ഹോസ്റ്റൽ ആനുകൂല്യങ്ങളും നൽകി വരുന്നു. ഇത് നമ്മൾ 10ാം ക്ലാസ് വരെ ആയിരുന്നു അല്ലെ, 10 ക്ലാസ് വരെ 8ാം ക്ലാസ് വരെയാണ് നമ്മൾ നൽകിയിരുന്നത്. ഇന്ന് നമ്മൾ 6ാം ക്ലാസ് മുതൽ ഏത് തരം PhD വരെയുള്ള ആളുകൾക്ക് നമ്മൾ ഈ സഹായം നൽകുന്നുണ്ട്. 2014-15 കാലഘട്ടത്തെ അപേക്ഷിച്ച് ബഹുദൂരം മുന്നോട്ട് പോകാൻ റബ്ബർ മേഖലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. 2025-26 14,27,000 ടൺ റബ്ബർ ഉൽപ്പാദിപ്പിച്ചു. 39.78% 10 വർഷത്തെ വർധന. കൃഷി വിസ്തൃതിയിൽ 18.13% വർധനവുണ്ടായി. 2014-15 132.57 ആയിരുന്ന റബ്ബർ വില 2025-26 276 ഉയർന്നു. 108% വർധനമാണ് ഉണ്ടായത്. ഈ കാലയളവിൽ റബ്ബർ കയറ്റുമതി 154.84% വർദ്ധിച്ചു. ഉൽപാദന വർധനവിനും കർഷക ക്ഷേമത്തിനും പദ്ധതികൾ ആവിഷ്കരിക്കുകയും ടാപ്പിംഗ് മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കുകയും ചെയ്ത് റബ്ബർ മേഖലയ്ക്ക് കരുത്തു പകരുമെന്ന് റബ്ബർ ബോർഡ് ചെയർമാൻ പറഞ്ഞു.